നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഒടുവില് നവ്യയുടെ അടുത്തെത്തിയിട്ട് അഭി പറഞ്ഞു, അതെ നവ്യേ, നീ പെട്ടെന്ന് ഇനിയിപ്പോ ഒരു പരസ്യത്തിലൊന്നും അഭിനയിക്കാൻ പോണ്ട, ഒരു മെല്ലെപ്പോക്ക് നയം മതി. നീ എന്താടാ അഭി ഇങ്ങനെ പറഞ്ഞേ? കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ആദർശേട്ടൻ നയനെ നിന്നെ ഭീഷണിപ്പെടുത്തിയോ? അതോ പരസ്യത്തിൽ അഭിനയിക്കാൻ പോണ്ടെന്ന് പറഞ്ഞോ? അതോ ഇനിയിപ്പോ വല്ല വമ്പൻ ഓഫറുകൾ വല്ലതും വെച്ച് നീട്ടിയോ? ജോലി തരാന്നോ, ഇനിയിപ്പോ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം തരാന്നോ പറ്റോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നീ ആരെയാ ഭയക്കണേ? ഭയക്കണ്ട, കാര്യം എന്താ ഇവിടെ? അതല്ല നവ്യേ, ഇപ്പം നീ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയത് അവരെ ചൊടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ ചന്തുമോളുടെ അച്ഛൻ ആദർശാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ മുതൽ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇട്ട് ക്രൂശിച്ചോണ്ടിരിക്കുവല്ലേ. കാരണം നമ്മൾ എന്തോ വലിയ തെറ്റ് എന്നുള്ള മട്ടില്ല അവരുടെ പെരുമാറ്റം. അന്ന് അഭി പറഞ്ഞു, അവരെന്ത് വെള്ളം കാണിച്ചോട്ടെ പറയട്ടെ, നമ്മുടെ കാര്യം നമ്മൾ നോക്കണം, നമ്മുടെ കുഞ്ഞിന്റെ കാര്യമൊക്കെ നമ്മളാണ് നോക്കേണ്ടത്. ഇപ്പൊ തന്നെ ഞാൻ അഭിനയിക്കാൻ പോകുന്ന ആ പരസ്യത്തിന്റെ പ്രൊഡ്യൂസർ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള 5 പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെയാ. നമുക്ക് പതുക്കെ പതുക്കെ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനി തന്നെ തുടങ്ങാന്നേ. അങ്ങനെ മുന്നോട്ട് പോയിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ എല്ലാവരുടെ മുന്നിൽ എപ്പോഴും കൈ നീട്ടിക്കൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഒരു സ്വന്തമായിട്ട് നിലപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഉറച്ചു നിൽക്കാനേ പറ്റുള്ളൂ. നീ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അഭി പറഞ്ഞു, അല്ല അത് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ആർക്കും ഇഷ്ടപ്പെട്ടില്ലേലും ശരി, നീ എന്നോടൊപ്പം നിന്നാൽ മാത്രം മതി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ പറയുന്ന ആദർശിന്റെയും നയനയുടെയും ചെലവിലൊന്നും കഴിയേണ്ട കാര്യവും നമുക്കില്ല. നമുക്ക് നമ്മുടേതായ കാര്യം നോക്കണം. എങ്കിൽ മാത്രമേ ഒരു പിടിച്ചെടുപ്പുണ്ടാവുള്ളൂ. ഒടുവിൽ അഭിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ അഭിയുടെ മനസ്സ് ഏങ്ങുവാണ്. ദൈവമേ, ഇനി എങ്ങാനും ഇവളോട് ഇനിയിപ്പം തൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ആദർശേട്ടനോ നയനടുത്തി അങ്ങനെ പറയുവോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതോടുകൂടി തീർന്നു. തൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. ഇപ്പൊ ഇവള് കഥ അറിയാതെ ആട്ടം കണ്ടോണ്ടിരിക്കുക. എത്ര കാലം ഇതിങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയത്തില്ല. അതൊക്കെ ഓർത്ത് അഭിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയം ആദർശിന്റെ അരിയിലേക്ക് നയന എന്നു. നയന എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാൻ ആദർശേട്ടാ, നവ്യേച്ചിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ നവ്യേച്ചിക്ക് വൈരാഗ്യം എന്നോടും നന്ദുവിനോടും ഒക്കെ ഏറ്റവും കൂടുതൽ വൈരാഗ്യം. അങ്ങനെയുള്ള ആ നവ്യേച്ചിയാണ് ഇപ്പൊ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നവ്യേച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഇനി എന്തായി തീരുമെന്ന് ഓർത്ത് എനിക്ക് ടെൻഷൻ. കാരണം എല്ലാവരോടുള്ള വാശിക്കാണ് നവ്യേച്ചി പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് പോയിരിക്കുന്നത്. ആര് പറഞ്ഞാലും ഇനി കേൾക്കുന്നൊന്നും തോന്നില്ല. അപ്പോഴേക്കും ആദർശം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ശരിയാ, പക്ഷെ നവ്യയോട് നമ്മൾ എത്ര വട്ടം പറഞ്ഞു? നയന പറഞ്ഞു, നമ്മൾ ആരും പറഞ്ഞാലൊന്നും നവ്യേച്ചിയുടെ തലയിൽ കയറാൻ പോകുന്നില്ല. അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നവ്യേച്ചിയുടെ കണ്ണില് നമ്മളൊക്കെയാണല്ലോ തെറ്റുകാര്. ആദർശന്റെ മോളാണല്ലോ ചന്തു. അതൊക്കെയല്ലേ മനസ്സിൽ കിടക്കുന്നത്. സത്യാവസ്ഥ എന്തെന്ന് അറിയില്ലല്ലോ. അത് ശരിയാ നയനെ. എന്നാലും മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളാണ് എം ജ്വല്ലറി. അവരുടെ പരസ്യത്തിന് അഭിനയിക്കാൻ പോകേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? ഗൾഫിലാണെങ്കിൽ വലിയ മത്സരം തന്നെയാ നമ്മുടെ കമ്പനിയായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കണേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെല്ലുവിളികളായിട്ട് മാറുകയുള്ളൂ. അവർ നല്ല നല്ല മോഡലുകളൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം പിടിച്ചിരിക്കാൻ നമ്മൾ അതിനേക്കാൾ കൂടുതൽ നല്ല ഇറക്കേണ്ടി വരും. ഇപ്പൊ തന്നെ മറ്റുള്ള ജ്വല്ലറി നമ്മളായിട്ട് കുറച്ച് അന്തരമുണ്ട്. കാരണം നമ്മൾ അതിന് മുകളിലാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാ കാലത്തും നമ്മൾ ടോപ്പ് നിൽക്കണമെന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം ചില സമയത്ത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പം നീ നല്ല രീതിയിൽ ഡിസൈൻ വരച്ചാലും അതിനേക്കാൾ നല്ല രീതിയിൽ അവർ ഡിസൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും. പിന്നെ എന്നെക്കാൾ നല്ലൊരു ഡിസൈനർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദർശോട് അതെ, പക്ഷെ ഇപ്പം നിനക്ക് അത്ര അങ്ങോട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. കാരണം നീ പ്രഗ്നന്റ് ആയിട്ടിരിക്കണ സമയല്ലേ. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതൊന്നും സാരമില്ല ആദർശേട്ടാ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ ഒരു കാരണവശാലും തയ്യാറാവരുതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനി നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ അഭിയുണ്ടല്ലോ, അവനെ വീണ്ടും ഒന്ന് അറസ്റ്റ് ചെയ്യാണ്ട് സമയമായിട്ട് ആയെന്ന് പറയണ. നന്ദു പറഞ്ഞു, എന്താ ഇനി? അല്ല, അവനെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലേ. നവ്യേച്ചിനെ മനസ്സിലാക്കി വിഷം കുത്തി നിറച്ച് നവ്യേച്ചിനെ പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ വിട്ടത് അവൻ തന്നെയാ. അല്ലാതെ ഒരു കാരണവശാലും നവ്യേച്ചിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നന്ദു പറഞ്ഞു, അതെനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ അവനെ അങ്ങനെ അങ്ങോട്ട് പൂട്ടാൻ പറ്റുമോ? അവനെതിരെ ശക്തമായിട്ട് തെളിവുകൾ വേണം. എങ്കിൽ മാത്രം അവനെ നമുക്ക് പൂട്ടാൻ പറ്റുള്ളൂ. അനി പറഞ്ഞു, എന്തെങ്കിലും തെളിവുണ്ടാക്കി അവനെ പൂട്ടണം. വരട്ടടാ, അവൻ എന്താണെങ്കിലും നമ്മുടെ അരിയിലേക്ക് തന്നെ വരും. അധികം വൈകാതെ അവനെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടും. അപ്പം നമുക്ക് പൂട്ടാം. ആ സമയത്ത് അനി പറഞ്ഞു, അവൻ കാരണം കുടുംബത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളാണെന്നറിയാവോ? എല്ലാവരും നാണം കെട്ട് നിൽക്കേണ്ട ഒരു ഗതികേട്ടിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. പണ്ടേ നിന്റെ നവ്യേച്ചിനെ കുഞ്ഞിനെ അവിടെ നിന്ന് ഇറക്കി വിടായിരുന്നു. പക്ഷേ എങ്കില് അത് ശരിയല്ലോ. കാരണം അവർക്ക് സത്യാവസ്ഥകളൊന്നും അറിയത്തില്ല. കഥ അറിയാതെ ആട്ടം കണ്ടോണ്ടിരിക്കും അവര്. നിന്റെ നവ്യേച്ചി നമ്മളോടൊക്കെ ഏറ്റവും വലിയ ശത്രുതയായിട്ട് മുന്നോട്ട് പോകുന്ന നിന്നോടും
പിന്നെ നയനേടത്തിയോടും ഒക്കെ. നന്ദു പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അനി, നീ വിഷമിക്കണ്ട. ആ, ധൈര്യമായിട്ടിരിക്കോ, ഒരവസരം കിട്ടുവാണോ ഉറപ്പായിട്ടും നമുക്ക് അവനെ പൂട്ടാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നന്ദു കോള് കട്ട് ചെയ്യുന്നത്. ഇതേ സമയം നവീന് തന്റെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹൃദയൻ അങ്ങോട്ട് വന്നു. പിന്നീട് നവീനെ നോക്കിയും ചിരിക്കുകയാണ്. എന്താണോ താൻ ചിരിക്കണേ? ഒന്നുമില്ല, വെറുതെ ചിരിച്ചാന്ന് പറയണ. നവീന് തോന്നി തന്നെ കളയാക്കി ചിരിച്ചാണോ ഒരു സംശയം. അപ്പോഴേക്ക് സഹൃദയൻ പറഞ്ഞു, അല്ല സാറേ, നാളെയല്ലേ ആ കൈതമുക്ക് കൊലക്കേസിന്റെ വാദം നടക്കുന്നേ? അതോ? അല്ല, സാറ് പോകുന്നില്ലെന്ന് ചോദിക്കുക. അത് സംഗീത വാദിച്ചോളൂ. സംഗീതയോ? അതിന് സംഗീതയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലോ, പിന്നെ എങ്ങനെ അവള് വാദിക്കണേന്ന് ചോദിക്കാം. എടോ, അവൾ എന്റെ ജൂനിയർ അല്ലേ, കുറെ കാലമായാലും എന്നോടൊപ്പം ചേർന്നിട്ട്, അതുകൊണ്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ആ കാര്യത്തിൽ താൻ പേടിക്കണ്ടെന്ന് പറയണം. അപ്പോഴേക്കും നരസിംഹ വക്കീൽ അങ്ങോട്ട് വന്നു. വക്കീല് വന്നു കഴിഞ്ഞപ്പോൾ സഹൃദയം പറഞ്ഞു, പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പൊ കൊച്ചുമോന് കോടതിയിലേക്ക് അങ്ങോട്ട് പോകാനൊന്നും വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല. എടാ, എങ്ങനെയാടോ താല്പര്യം കാണുന്നത്? എപ്പൊ നോക്കിയാലും അവനോട് കല്യാണത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെ പ്രഷർ എത്തിക്കൊണ്ടിരിക്കുമല്ലേ. ഞാനാണെങ്കിലും അവന്റെ അമ്മയാണെങ്കിലും. അത് കേട്ടപ്പോൾ നവീൻ പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശ വേണ്ട മോനെ, നീ കൂടുതലൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രൊഫഷനും ഇതും തമ്മിൽ കൂട്ടിയിണക്കാനായിട്ട് നോക്കരുത്. നല്ലൊരു പേരെടുത്ത് വക്കീലാവണം നീ എന്നാണ് എൻ്റെ ആഗ്രഹം, നിനക്കറിയാലോ. പിന്നെ നിന്റെ മനസ്സിലെ പെൺകുട്ടി, ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷെ ആ പെൺകുട്ടിയോട് നീ സത്യാവസ്ഥകളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് വേണം കരുതാനായിട്ട്. നിന്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് വേണം. അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പറഞ്ഞ് ആ ഭാവം അങ്ങോട്ട് ക്ലിയർ ചെയ്യാൻ നോക്ക്. പിന്നെ നിന്റെ അമ്മയുടെ കാര്യം അറിയാലോ. നിന്റെ അമ്മയ്ക്കാണെങ്കിൽ പോലീസ് ഓഫീസറോ അങ്ങനെയുള്ള ആരെയും വക്കീലന്മാരും ഒന്നും ഇഷ്ടമില്ല. നിന്റെ അമ്മയുടെ എതിർപ്പിനെ അവഗണിച്ച ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയെ അവളും ആയിരിക്കണം കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കേണ്ടേ. അവർ തമ്മിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയും കണ്ടിട്ട് വേണം നീ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട്. നിന്റെ മനസ്സിലിങ്ങനെ മൂടി വെച്ചിട്ട് ഒന്നും ശരിയാകത്തില്ല. നീ പ്രണയം തുറന്നു പറഞ്ഞ് ആദ്യം ആ ഭാഗം കൊണ്ട് ക്ലിയർ ചെയ്യാൻ നോക്ക്. ആ കുട്ടിക്ക് നിന്നോട് ഇഷ്ടമുണ്ടല്ലോ എന്ന് അറിയത്തില്ല. ഇത്രയും നാളായിട്ടും നീ ഞങ്ങളോട് അത് ഏത് പെൺകുട്ടിയാന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അത് മുത്തശ്ശൻ, എനിക്കറിയാം നിന്റെ മനസ്സ്. കാരണം ഇത്രയും കാലം ആരും നിന്റെ മനസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള നിന്റെ മനസ്സിലേക്ക് ഒരു പെൺകുട്ടി കയറിയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മൊത്തത്തിൽ ബാധിക്കും, അടിമുടി ബാധിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നീ പഴയതുപോലെ കേസിലൊന്നും താല്പര്യം കാണാതെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത്. എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആ സമയം നവീൻ പറഞ്ഞു, മുത്തശ്ശ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അതിന് മറുപടി ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറയണ. വേണ്ട മോനെ, നീ മറുപടി ഒന്നും പറയണ്ട. പക്ഷെ നിന്റെ ഭാഗം എപ്പോഴും നീ ക്ലിയർ ചെയ്തിരിക്കണം. ദേ, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ പ്രണയിച്ചേ? അതെ മുത്തശ്ശ, കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാ. അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് നീങ്ങാൻ നോക്കണം. ചുമ്മാ പ്രണയിച്ചിങ്ങനെ ചുറ്റി നടക്കാനല്ലല്ലോ. അതിനുള്ള സമയവും കാലവും സന്ദർഭമൊന്നും ഇതല്ല. നിനക്ക് പ്രായം എത്രയാണെന്ന് നിനക്കറിയാവോ? അതൊക്കെ എനിക്ക് അറിയാവുന്ന. അങ്ങനെ നരസിംഹമുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് സഹൃദയം പറഞ്ഞു, കൊള്ളാലോ സാറ് പറഞ്ഞിട്ട് പോയത്. അതെ, ഇനിയെങ്കിലും നവീൻ സാറേ, മനസ്സിൽ ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ വൺ സൈഡ് പ്രേമം അല്ലാതെ ആ പെൺകുട്ടിയോട് സത്യാവസ്ഥകളൊക്കെ തുറന്നു പറയാൻ നോക്ക്. എങ്കിൽ മാത്രമേ കല്യാണമൊക്കെ നടക്കത്തുള്ളൂ എന്നും പറഞ്ഞ് സഹൃദയനും അങ്ങോട്ട് പോയി. അങ്ങനെ സഹൃദയൻ അങ്ങോട്ട് പോയ ഉടനെ നവീൻ ഫോൺ എടുത്ത് അനിയെ വിളിക്കുവാണ്. അനിയെ വിളിച്ചിട്ട്, എടാ എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറയാ. അതിനെന്താ, കാണാലോ, ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. ആ ബീച്ചിലേക്ക് വന്നാൽ മതി. ആ ബീച്ചിലേക്ക് വരാം. എടാ, നിന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നീ അതിനെക്കുറിച്ചൊന്നും ഇതിനായിട്ടും പറഞ്ഞിട്ടില്ല. ആരടാ അത്? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചേ. എടാ, ആ പെൺകുട്ടി ഏതാന്ന് പറഞ്ഞിട്ടെങ്കിലും ഫോൺ കട്ടിയിടാ. അതൊന്നും വേണ്ട, നമുക്ക് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചാലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ ശരി, വൈകുന്നേരം കാണാന്ന് പറഞ്ഞിട്ട് അനിയും കോള് കട്ട് ചെയ്തു. പിന്നീട് നവ്യ ഹാളിലിരിക്കണ സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വരുന്നേ. ജലജ വന്നിട്ട് പറഞ്ഞു, മോളെ, ഇതിങ്ങനെ പോയിട്ടുണ്ടേ ശരിയാകത്തില്ല. ഈ വീട്ടിലൊരു കോളിളൊക്കെ ഉണ്ടാക്കാൻ നിന്നെ കൊണ്ടോ പറ്റത്തുള്ളൂ. ഞങ്ങൾ പുറയുന്നുള്ള സപ്പോർട്ട് എല്ലാം ചെയ്തോളാം. പക്ഷെ ഞങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് കളിക്കാൻ പറ്റില്ല, നിനക്കറിയാലോ. നവ്യ പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റമ്മേ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതങ്ങനെ വെറുതെ വിടാണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ മോളെ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്നൊക്കെ ജലജ പറഞ്ഞിങ്ങനെ പിരികേറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം നയനയും കൂടെ കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ എന്ത് ചെയ്തു, കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് അങ്ങോട്ട് ഇരിക്കുവാണ്, വലിയ അധികാരം കാണിച്ച്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ആദർശം ഇങ്ങനെയൊന്ന് നോക്കുവാണ്. പിന്നീട് നവ്യ പറഞ്ഞു, വന്നല്ലോ എന്ന് പറയണ. അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ല ചേച്ചിയുടെ ആ പഴയ സ്വഭാവം മാറ്റാൻ ചേച്ചി ഉദ്ദേശിച്ചിട്ടില്ലല്ലേ? വീണ്ടും ആ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ മടങ്ങി പോവല്ലേ? അതേടി, മടങ്ങി പോവാ. കുറച്ച് നാളത്തേക്ക് ഞാനൊന്ന് മാറിയായിരുന്നു. ആ അനാമിക ഇവിടെ വന്ന് കുറച്ച് അഴിഞ്ഞാട്ടങ്ങളൊക്കെ നടത്തിയ സമയത്ത്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി അതൊക്കെ തെറ്റായി പോയെന്ന്.
അനിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രം അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക് എൻ്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നെന്ന്. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ചേച്ചി ചേച്ചി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. ആരുടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവിടെ? ആര് പ്രശ്നം ഉണ്ടാക്കുന്ന? അപ്പോഴേക്കും അബി അങ്ങോട്ട് ഇറങ്ങി വന്നു. ഒന്നുമില്ലാത്ത മട്ടി അബി പറഞ്ഞു, ഇതേ നബിയെ നീ ഒന്നും മിണ്ടാതിരിക്കുക. എന്താടാ, ഞാൻ എന്തിനാ ഇവരെ പേടിക്കണേ? നീ എന്തിനാ ഇവരെ പേടിക്കണേന്നും എനിക്ക് മനസ്സിലാകത്തെ. അതിന്റെ കാര്യം മാത്രം എനിക്ക് അറിയത്തില്ല. ഇവരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചപുച്ച അടക്കിയെന്ന് അത് കേൾക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. നിന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടാനായിട്ട് കൂട്ടുവന്നവരാ ഇവരൊക്കെ. എന്നിട്ടോ ഇവര് നീ ജയിലിൽ പോയി കഴിഞ്ഞപ്പോ നിന്നെ പുറത്തിറക്കാൻ എങ്ങാനും ശ്രമിച്ചോ? ഇല്ലല്ലോ. എന്നിട്ട് പിന്നെ നീ എന്തിനാടാ പേടിക്കണേ? അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആദർശുണ്ടല്ലോ, നിന്നേക്കാളും ഒരിക്കലും ഒരു കേമനല്ല. അവിഹിത സന്തതി ഒരുത്തി ഉണ്ടാക്കിയതാ ഈ നിൽക്കുന്നവൻ. അത്രയൊന്നും നീ ചെയ്തിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അബിയുടെ മുഖം ഇങ്ങനെ താണിരിക്കുക. തല ഉയർത്താൻ പോലും പറ്റില്ല. അപ്പോഴേക്കും നായർ പറഞ്ഞു, ചേച്ചി അധികം സംസാരം വേണ്ട, അറിയാലോ അതൊടുവിൽ ദോഷം ചെയ്യത്തുള്ളൂ. എനിക്കറിയാടി എന്ത് ചെയ്യണമെന്ന്. നീയും ആ നന്ദു എല്ലാവരും കൂടെ ചേർന്നിട്ട് എനിക്കെതിരെ നീങ്ങുമായിരുന്നില്ലേ? പക്ഷേ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അത് പ്രകാരം ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോഴേക്കും നയന പറഞ്ഞു, ചേച്ചി അത് ആപത്തിലോ ചെന്ന് കലാശിക്കുള്ളൂ. ഏതാപത്തില്? എങ്ങനെ കലാശിക്കാനായിട്ട്? അതെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ടു. ആ സമയത്ത് കാലുമേ കാലിയേറ്റി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, നയനെ നവ്യയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവൾ ഈ ജന്മത്തിൽ നന്നാവും തോന്നില്ല. ഇല്ലടോ, ഞാൻ നന്നാവും പോകുന്നില്ല. എന്നെ നന്നാക്കാനും നോക്കണ്ട. എനിക്കറിയാം എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. നിങ്ങളുടെ ഭാര്യ ഈ നിൽക്കുന്ന നായന എൻ്റെ അനിയത്തി, ഇവള് വലിയ ഡിസൈനറൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ ജീവിതം എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് പ്രകാരം ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ആരുടെ വാക്ക് കേൾക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ലെന്ന് പറയണം. ആ സമയത്തും കാലുമേ കാലി കയറ്റി വെച്ച് അവിടെ ഇരിക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് വന്നു. മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഈ പ്രശ്നം ഇതുവരെയായിട്ടും തീർന്നില്ലേ? കുറച്ച് ദിവസമല്ല തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞു. ജലജയൊക്കെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. പക്ഷെ നവ്യ കാലുമേ കാലി കയറ്റി വെച്ച് അവിടെ ഇരിക്കുന്നല്ലാതെ അവിടുന്ന് അനങ്ങാൻ പോലും കൂട്ടാക്കിയില്ല. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ഇനി എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരും നിയന്ത്രിക്കേണ്ട കാര്യം ഒന്നുമില്ലെന്ന്. ലോകത്ത് ഒരു കുടുംബത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന്റെ മനസ്സിൽ കടന്നുവിടുന്ന അനാവശ്യ തെറ്റിദ്ധാരണകളാണ്. അതുപോലെ തെറ്റിദ്ധാരണ ജനിപ്പിക്കാനുള്ള ഒരുത്തന് ഇവിടെ ജനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവന് കാരണം ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അപ്പോഴേക്കും നവ്യക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ സമയം നവ്യ പറഞ്ഞു, ദേ മുത്തശ്ശൻ വേണ്ടാത്ത വർത്താനൊന്നും പറയണ്ടെന്ന് പറയണം. ആ സമയം മുത്തശ്ശൻ പറഞ്ഞു, എത്ര കിട്ടിയാലും ചിലരൊന്നും പഠിക്കില്ല. പിന്നെ അവര് അടി വാങ്ങിച്ചോണ്ടിരിക്കും. ഉള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഒടുവില് ഞാനൊന്നും ചെയ്തില്ലേ എന്തേലും പ്രശ്നം വന്നു കഴിയുമ്പോൾ കിടന്ന് നെട്ടോട്ട് പോടും. അവര് സ്വന്തം ജീവിതത്തില് ഇരുട്ടുണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു മുത്തശ്ശൻ കുറെ അങ്ങോട്ട് പറഞ്ഞു. നവ്യക്ക് ദേഷ്യം വന്നു. ഒടുവില് മുത്തശ്ശി പറഞ്ഞു, നവ്യേ നിന്റെ സ്വഭാവം നീ പഴയതുപോലെ വീണ്ടും ആയിക്കൊണ്ട് വരില്ല. ഇവിടെ നിനക്ക് എന്ത് കുഴപ്പമുണ്ടായിട്ടാ, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്ക് ആൾക്കാരെ മനസ്സിലാക്കേണ്ട ഇതുവരെയായിട്ടും അറിയത്തില്ല. അവരൊന്നും നീ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയണം. മറ്റുള്ളവരുടെ മനസ്സിൽ ഇരുട്ട് നിറയ്ക്കാൻ നോക്കുന്ന ഇവിടെ പലരും ഉണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ നവ്യ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ എന്റെ മനസ്സിൽ ഇരുട്ടൊക്കെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ അഭി ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിന്നെ ഞാനെന്തിനാ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് ഓരോന്ന് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്റേതായ സ്വന്തമായിട്ട് നിലപാടുണ്ട്. പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നുള്ള എന്റെ ഇഷ്ടമാണ്. അതിനിപ്പോ എതിർപ്പ് പറഞ്ഞാലും ഞാൻ അത് സമ്മതിക്കാൻ പോകുന്നില്ല. എന്റെ ഇഷ്ടത്തിനനുസരിച്ചോ ഞാൻ ജീവിക്കുള്ളൂ. ഈ കുടുംബത്തിൽ ആർക്കും എന്നെ തടയാനുള്ള അധികാര അവകാശമൊന്നുമില്ലെന്ന് പറഞ്ഞോട്ട് നവ്യ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും മുത്തശ്ശൻ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കണം. മുത്തശ്ശന് നല്ല കട്ടക്കലിപ്പായിരുന്നു. മുത്തശ്ശന് പറയാവുന്ന രീതിയിലെല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. കാരണം സഹിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന